നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നാളെയാണ് വിഷു. എല്ലാവർക്കും അഡ്വാൻസ് ആയി തന്നെ വിഷു ആശംസകൾ നേരാണ് കേട്ടോ. അപ്പോൾ വിഷുവിനെ ഇന്ന് തന്നെ കണിക്കുള്ള ഒരുക്കങ്ങളൊക്കെ എല്ലാവരും ചെയ്തു വെക്കുക. എന്നിട്ട് നാളെ കണിയൊക്കെ കാണുക. അപ്പോൾ കണി ഒരുക്കുന്ന സമയത്തെ നമ്മൾ കണി കാണുന്ന സമയത്ത് നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ പല ചിത്രങ്ങളിലും ഒക്കെ കാണുകയാണെങ്കിലും ഗുരുവായൂരപ്പനെയാണ് കണ്ടിട്ടുള്ളത്. അതായത് ഒന്നുകിൽ ചതുർബാഹുവായിട്ടുള്ള ഭഗവാനെ വെക്കുക, അല്ലെങ്കിൽ ഓടക്കുള്ളിൽ ഊതി നിൽക്കുന്ന ശ്രീകൃഷ്ണന്റെ ആ രൂപമൊക്കെയാണ് വെക്കാറുള്ളത്, ഫോട്ടോയോ വിഗ്രഹമോ ഒക്കെ ആയിട്ട്. അപ്പോൾ 33 ദേവതകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഭഗവാനെ ഗുരുവായൂരപ്പനെ കണി വെക്കുന്ന സമയത്ത് വെക്കണത്? അതൊരു ചോദ്യമല്ലേ, അതൊരു സംശയം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. കാരണം മറ്റു ദേവന്മാരെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അങ്ങനെ വെക്കാനായിട്ട് പാടുണ്ടോ, അങ്ങനെയൊക്കെ ചിലർക്ക് സംശയം ഉണ്ടാകും. അപ്പോൾ അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. എന്തുകൊണ്ടാണ് കണി ഒരുക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ വെക്കുന്നത്, അതേക്കുറിച്ച് പറയാം. പിന്നെ നമ്മൾ കണി ഒരുക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തപ്പോഴേ അതിന് ചുവടെയായിട്ട് നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഈ കണി ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണത്. അതായത് ഇപ്പോൾ പീരീഡ്സ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ കണി ഒരുക്കാൻ പാടുണ്ടോ, അങ്ങനെയുള്ളവർക്ക് കണി കാണാൻ പാടുണ്ടോ, അതേപോലെ തന്നെ ചതയം പൂരുട്ടാതി ഈ 2 നക്ഷത്രങ്ങളാണ് ഈ ദിവസങ്ങളിൽ വരുന്നത്, അവർക്ക് കണി കാണാൻ പാടുണ്ടോ? കാരണം ആരൊക്കെയോ പറഞ്ഞു അത്രേ കണി കാണാൻ പാടില്ല എന്ന്. പിന്നെ ചെറിയ കുട്ടികൾക്ക് 1 വയസ്സ് തികയാത്ത കുട്ടികൾക്ക് വിഷു കൈനീട്ടം കൊടുക്കാൻ പാടുണ്ടോ? അങ്ങനെ വിഷുക്കണിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സംശയങ്ങളാണ്. അപ്പോൾ അതും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും കണി ഒരുക്കുന്നതിന് മുൻപായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഉപകാരപ്രദമാകുന്ന വീഡിയോ തന്നെ ആയിരിക്കും എന്ന് കരുതുന്നു കേട്ടോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ആദ്യം തന്നെ ഗുരുവായൂരപ്പന്റെ ഇന്നലത്തെ അലങ്കാരം പറയാട്ടോ. ഭഗവാൻ ഇന്നലെ ഏട്ടനായിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നേ, ഏട്ടൻകുട്ടിയായിട്ട് കേട്ടോ. ബലരാമനായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു മുതിർന്ന കുട്ടിയുടെ പോലെ തന്നെ തോന്നാം. ശരിക്കും ഒരു ഏട്ടൻ ഭാവമാണ് ഭഗവാൻ ഉണ്ടായിരുന്നത്. 2 തിരുമുടിമാലകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം ചുവപ്പും വെള്ളയും, അതായത് നന്ദ്യാർവട്ടും തെച്ചിയും കൂടിയിട്ടാണ് കോർത്തിരിക്കുന്നത്. പിന്നൊന്നില് നന്ദ്യാർവട്ടും തെച്ചിയും തുളസി ഉണ്ട് കേട്ടോ. തുളസി വളരെ കുറച്ചുള്ളൂ, 2 ഇല കോർത്ത പോലെ തോന്നുള്ളൂ. അങ്ങനെയാണ് 2 തിരുമുടിമാല ഉണ്ടായിരുന്നത്. പിന്നെ ഒരു ഉണ്ടമാല, അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നന്ദ്യാർവട്ടും തെച്ചിയും കൂടിയിട്ടാണ് കോർത്തിരിക്കണേ. കുറച്ച് നന്ദ്യാർവട്ടം, കുറച്ച് തെച്ചി, പിന്നെ നന്ദ്യാർവട്ടം, അങ്ങനെയാണ് കോർത്തിരിക്കണേ. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. പിന്നെ ശിരസിൽ കിരീടം ചാർത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയിൽ കുറച്ച് വലിയ കിരീടമൊക്കെ ആയിട്ടാണ്. കാതുപൂക്കളുണ്ട്, വലിയ കാതുപൂക്കളാണ്. അതിന് മുകളിൽ ഒരു ഗോപി തിലകം, 2 കുഞ്ഞിത് വെച്ചിട്ടുണ്ട്. നെറ്റിയിൽ ഒരു ഗോപി തിലകം. പിന്നെ ഏട്ടനൊക്കെയാണല്ലോ, അപ്പൊ ചെറിയൊരു ഗമയൊക്കെ കൂടിയിട്ടുണ്ട് നമ്മുടെ ഭഗവാന്. ഒരു പ്രത്യേക രീതിയിൽ പുഞ്ചിരിച്ചുകൊണ്ടൊക്കെയാണ് ഭഗവാൻ നിൽക്കണം കേട്ടോ. കഴുത്തിൽ 3 മാലകളൊക്കെ അണിഞ്ഞിട്ടുണ്ട്, ഒരു ഗോപി തിലകം കഴുത്തിൽ വെച്ചിട്ടുണ്ട്, കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് കലപ്പയും ഗദയും പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. വലത്തെ കയ്യിൽ കലപ്പയുണ്ട്, അതിങ്ങനെ ഉയർത്തി പിടിച്ചിട്ടുണ്ട് തോളിനോടൊപ്പമായിട്ട്. പിന്നെ ഗദ അത് ഇടത്തെ കൈയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയിലാണ് കസവ്, ചുവപ്പും പട്ടും ഒക്കെ ആയിട്ടുള്ള കസവ് ഇങ്ങനെ ഞൊറിഞ്ഞെടുത്തിരിക്കുക, അര മുതലേ പാദം വരെ. അത് നല്ല, അപ്പോൾ അത് അത്രയും നീളത്തിൽ ചെയ്തപ്പോഴേ നല്ല ഉയരവും തോന്നിക്കുന്നുണ്ട് ഭഗവാനെ. അതാണ് ഒരു ഏട്ടന്റെ പോലെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ ഇന്ന് ബലരാമേട്ടനായിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. കാരണം ബലരാമസ്വാമിയുടെ ക്ഷേത്രത്തിൽ ഇപ്പോൾ അക്ഷയ തൃതീയ വരികയാണല്ലോ, അന്നാണ് ബലരാമ ജയന്തി വരുന്നത്. ഇവിടെ തൊട്ടടുത്ത് ഭഗവാന്റെ ഏട്ടന്റെ ക്ഷേത്രമൊക്കെ ഉണ്ട് കേട്ടോ, നെന്മിനി ബലരാമസ്വാമി ക്ഷേത്രം. അവിടുത്തെ ആഘോഷങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞു. ഏട്ടന്റെ പിറന്നാളാണല്ലോ. അപ്പോൾ അനിയനെ കാണാൻ വരുന്നവര് ഏട്ടനെയും കൂടെ ഒന്ന് കാണാനായിട്ടൊന്ന് ശ്രമിക്കുക. ഇത് 2 പേർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇവിടെ ഒരു 1.5 കിലോമീറ്റർ അടുത്തായിട്ടാണ് കേട്ടോ നെന്മിനി ബലരാമസ്വാമി ക്ഷേത്രമൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ടൊക്കെ ആണെന്ന് തോന്നുന്നു ഏട്ടന്റെ പിറന്നാളായി എന്ന് എല്ലാവരെയും നമ്മുടെ ഉണ്ണിക്കണ്ണൻ അറിയിക്കുകയാണ്. മറന്നു പോകണ്ട കേട്ടോ എന്നും കൂടെ പറയാണ്. അപ്പൊ ബലരാമേട്ടനായിട്ടായിരുന്നു ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ രൂപമൊക്കെ, ആ വലിയ മുതിർന്ന കുട്ടിയുടെ ആ രൂപവും ഭാവവും ഒക്കെ നന്നായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവാന്റെ പാദങ്ങളിലെ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ ബലരാമേട്ടനായി നിൽക്കുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ ഗണപതിയുടെ അടുത്തേക്കാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ഗണപതിക്ക് ഒരു ചിക്കു നിറത്തിലാണ് ഒരു ഉടയാട ഉണ്ടായിരുന്നത്. ചുവന്ന പട്ടുകൊണ്ട് ദേഹത്തൊക്കെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ പൊതിച്ചത് പോലെയുണ്ട്, കുപ്പായ അണിഞ്ഞത് പോലെയുണ്ട്, നിറയെ സ്വർണത്തിന്റെ ഇങ്ങനെ കുത്തുകുത്തുകളൊക്കെ കൂടിയിട്ട്. പിന്നെ അലങ്കാരങ്ങൾ എന്ന് പറയാൻ കാര്യമായിട്ടൊന്നുമില്ല. മുഖൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ട് നെറ്റിയിൽ ഒരു വലിയ സ്വർണ്ണ ഗോപി, അതായത് തിലകം വെച്ചിട്ടുണ്ട്.
പിന്നെ കിരീടം അണിഞ്ഞിട്ടുണ്ട്. ഇനി നടുക്കൊരു ചുവന്ന കല്ലുള്ള ഒരു സ്വർണ്ണ നിറത്തിലൊരു കിരീടം ഉണ്ട് ഗണപതിക്ക്. അതണിഞ്ഞിട്ട് 2 കൈകൾ ഇങ്ങനെ കാണണം കേട്ടോ. ആ രണ്ടിലും ഇങ്ങനെ സ്വർണ്ണ പൊട്ടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. കുറച്ച് വലിയ സ്വരൂപമായിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. ഇതിന്റെ മുന്നത്തെ ദിവസം ഞാൻ പറഞ്ഞില്ല ഉണ്ണിയായിട്ടാണെന്ന് തോന്നുന്നു ഭഗവാൻ എന്ന്. അപ്പൊ ഇന്നലെ വലിയ ആളായിട്ട് ഇരിക്കണ്ടായിരുന്നു. ഏട്ടനും വലിയ ആള്, ഗണപതിയും വലിയ ആള്, അങ്ങനെയായിട്ടായിരുന്നു ഇരിക്കണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഉണ്ണിക്കണ്ണനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്, ഏട്ടനെ പോലെയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ രണ്ടുപേരും വലിയ ആൾക്കാരെ പോലെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പൊ ഗണപതിയുടെ ആ രൂപമൊക്കെ നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തോട്ടോളൂ. ഇനി ഭഗവതിനെ തൊഴാനായിട്ട് പോകാം. ഭഗവതി ഇന്നലെ നല്ല സുന്ദരിയായിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പുഞ്ചിരിയോട് കൂടിയിട്ടായിരിക്കുന്നുണ്ടായിരുന്നേ. മഞ്ഞ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. അങ്ങനെ പൊട്ടുപൊട്ടുകളൊക്കെ ആയിട്ട് അരയിലൊരു കിങ്ങിണി പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് കുഞ്ഞു കുഞ്ഞു സ്വർണ്ണപ്പൂക്കൾ ഇങ്ങനെ പുറത്തെടുത്ത പോലത്തെ ഒരു മാലയുണ്ട്, അതാണ് അരയിൽ കിട്ടിയിരിക്കുന്നത്. പിന്നെ 2 സ്വർണ്ണമാലകൾ കഴുത്തിലണിഞ്ഞിട്ടുണ്ട്. 2 നല്ല ഭംഗിയുള്ള മാലകളാണ്. പിന്നെ അത് കൂടാതെ ഒരു ചുവന്ന പട്ടുകൊണ്ട് ഒരു മാല, വെളുത്ത നൂല് കൊണ്ട് ഒരു മാല. അപ്പൊ 4 മാല അണിഞ്ഞ പോലെയാണ് കേട്ടോ തോന്നുന്നത് ഭഗവതിനെ കാണുമ്പോൾ. കാതിലൊക്കെ പൂക്കൾ വെച്ചിട്ടുണ്ട്, ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ട് നല്ല ഭംഗിയിൽ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുക ഭഗവതി. നല്ല സന്തോഷമുണ്ട്. വിഷുവൊക്കെ വരാനായിട്ട് പോകുക അല്ലേ, വിശേഷ ദിവസങ്ങളൊക്കെ അല്ലേ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഭഗവതിക്കും ഉണ്ട് കേട്ടോ. നെറ്റിയിൽ പൊട്ട് വെച്ചിട്ട് പിന്നെ കിരീടത്തിന്റെ അവിടെ ആദ്യം ഈ ചുവപ്പും വെള്ളയും കല്ലുകൾ പതിപ്പിച്ച ഒരു മാല പോലെയുണ്ട്, അതിങ്ങനെ വെച്ചിട്ട് പിന്നെ ഒരു കുഞ്ഞു കിരീടം, ചെറിയൊരു പ്രഭാവലിയൊക്കെ ആയിട്ടുള്ള ചെറിയൊരു കിരീടം ഉണ്ട് ഭഗവതിക്ക്. അതാണ് പിന്നെ ശിരസിൽ അണിഞ്ഞിരിക്കുന്നത്. അങ്ങനെ സുന്ദരിയായിട്ട് കുറച്ച് വലിയൊരു സ്വരൂപമൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് ഇരിക്കുന്ന ഭഗവതിയായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും ഭഗവതിയുടെ ആ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി അയ്യപ്പനെ കാണാം. അയ്യപ്പനെ ഒരു ലൈറ്റ് മഞ്ഞയാണ് കേട്ടോ. ഒരു കളഭല്ല, നല്ല വെണ്ണയുടെ ഒക്കെ ഒരു കളറിൽ ചെറുതായി മഞ്ഞ കലർന്നിട്ട് അങ്ങനെയായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത്. നല്ല സ്വർണ്ണ പൊട്ടുകളൊക്കെ വെച്ചിട്ട് പിന്നെ 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാതിലൊക്കെ പൂക്കൾ വെച്ചിട്ടുണ്ട്. ചെറുതായി ഇങ്ങനെ വായി തുറന്നിട്ട് ചിരിക്കുന്ന ആ ഒരു ഭാവത്തിലായിരുന്നു മുഖമൊക്കെ ഉണ്ടായിരുന്നത്. നെറ്റിയിലൊക്കെ പൊട്ട് വെച്ചിട്ട് കിരീടത്തിന്റെ അവിടെ കിരീടമല്ല, അവിടെ ഒരു സ്വർണ്ണ പൊട്ട വെച്ചിരിക്കുന്നത്. അത്രയേ ഉള്ളൂ അലങ്കാരം. ലളിതമായിട്ടാണ്, പക്ഷെ നല്ല ഭംഗിയിലാണ് അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. എല്ലാവരും അയ്യപ്പന്റെ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് കണി ഒരുക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പനെ വെക്കണത്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കണത്, ശ്രീകൃഷ്ണന്റെ ഫോട്ടോ ഒക്കെ വെക്കുന്നത്, അതിനെക്കുറിച്ച് പറയാം കേട്ടോ. ഇതിന് പ്രധാനപ്പെട്ട കാരണേ ഭഗവാന്റെ ആ ഒരു സൗമ്യ ഭാവമാണ്. പിന്നെ കാണാനും നല്ല ഭംഗിയാ. ഇതൊക്കെ ഗുരുവായൂരപ്പന് കുറച്ച് കൂടുതലാണ്. ഗുരുവായൂരപ്പന് മാത്രമേ അത് കൂടുതലുള്ളൂ. പിന്നുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഭഗവാനെ കാണുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും കൂടുതൽ സന്തോഷം തോന്നുക. നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം എവിടെ നിന്നാണോ ലഭിക്കുന്നത് അതാണല്ലോ നമ്മൾ വെക്കുക. അത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ഭഗവതിനെ കാണുമ്പോഴാണ് കൂടുതൽ സന്തോഷമൊക്കെ തോന്നുമെങ്കിൽ ഭഗവതിയുടെ ഫോട്ടോ വെച്ചത് കൊണ്ട് ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ ഭദ്രകാളിനെയൊക്കെ ഉപാസിക്കുന്നവരാണെങ്കിൽ ഭദ്രകാളിയുടെ ഫോട്ടോ വെക്കാം. പക്ഷെ എന്താണെന്നറിയോ, ഒരു ഔദരഭാവമാണ്, ദംഷ്ട്രയൊക്കെയാണ്. പേടിയാവില്ലേ കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ? അപ്പൊ പേടിക്കുന്ന ഒരു രൂപം ആരെങ്കിലും വെക്കുമോ? നമുക്ക് കാണുമ്പോൾ മനസ്സിന് സന്തോഷം നൽകുന്ന ഭഗവാന്റെ ഓടക്കുഴലിൽ ഊതി നിൽക്കുന്ന ആ മോഹന രൂപം ഒന്ന് നോക്കൂ, എന്തൊരു സന്തോഷം ലഭിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ആ സൗമ്യഭാവം, ആ മുഖത്തെ ആ ഒരു പുഞ്ചിരി, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഭഗവാനെ വെക്കുന്നത് കേട്ടോ. ഇപ്പൊ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വെക്കുന്നതിൽ വിരോധമൊന്നുമില്ല. ഇപ്പൊ അയ്യപ്പനെ വെക്കുന്നവരാണെങ്കിൽ, ഇപ്പൊ പുലിപ്പുറത്തുള്ള അയ്യപ്പനൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ അയ്യപ്പനെ ആവില്ല ശ്രദ്ധിച്ചു എന്ന് വരാം, പുലിനെയൊക്കെ ആവും ശ്രദ്ധിക്കാം. അപ്പൊ പ്രശ്നമായില്ലേ? അപ്പൊ അത് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ എല്ലാം കൊണ്ടും നല്ലത്, നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്നത് അത് ഗുരുവായൂരപ്പനാണ്. കാരണം ഗുരുവായൂരപ്പന്റെ, അതായത് ഓടക്കുഴലിൽ ഊതുന്ന ഉണ്ണിക്കണ്ണന്റെ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് സന്തോഷമാണ് ഉണ്ടാകുക. ആ പാദങ്ങളിലാണ് ഏറ്റവും മാധുര്യം എന്ന് പറയാറുണ്ടല്ലോ. അങ്ങനെ ഓരോ ഭാഗങ്ങള് ഭഗവാന്റെ കണ്ണുകളും ആ പീലിത്തിരുമുടി തന്നെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു സന്തോഷമല്ലേ മനസ്സിനുണ്ടായിരിക്കുക. ആ കണ്ണുകള്, ആ പുഞ്ചിരി, ആ ഓടക്കുഴല്, ആ കുഞ്ഞു കൈകള്, അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിരിക്കുന്നത്, അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ നോക്കുമ്പോഴും നമ്മുടെ മനസ്സിന് സന്തോഷമാണ് ലഭിക്കുക. അത്രയധികം സന്തോഷം ലഭിക്കുന്നത് ഗുരുവായൂരപ്പനിലൂടെ ആയതുകൊണ്ട് ഗുരുവായൂരപ്പനെ വെക്കണം കേട്ടോ. പിന്നെ സൗന്ദര്യം, അതും ഗുരുവായൂരപ്പനാണ് ഏറ്റവും കൂടുതലുള്ളത്. മനോഹരമായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് ഭഗവാൻ നിൽക്കുക. അപ്പൊ അതും ഒരു കാരണമാണ് കേട്ടോ. പിന്നെ ഗുരുവായൂരപ്പന്റെ ഈ ഒരു വിഗ്രഹം, പ്രത്യേകിച്ച് ഓടക്കുഴലിൽ ഊതുന്ന ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹമാണ് കണിയൊരുക്കാനായിട്ട് പ്രധാനമായിട്ട് വെക്കാറുള്ളത്. അത് തുടങ്ങിയത് കൊച്ചി തമ്പുരാനാണെന്നാ പറയാം. ഇദ്ദേഹത്തെ കുറിച്ച് ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് തമ്പുരാന്റെ കഞ്ഞി എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ നാരായണാലയത്തിൽ കഞ്ഞിയൊക്കെ കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. പ്രസാദൂട്ടൊക്കെ വരുന്നതിന് മുൻപായിട്ട് അത് തുടങ്ങി വെച്ചത് ഇദ്ദേഹമാണെന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അദ്ദേഹം തന്നെയാണ് ഈ കൊച്ചി തമ്പുരാൻ.
പുറത്തൊക്കെ പോയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്, കേരളത്തിന് പുറത്ത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും ഇവിടെ ജനങ്ങൾക്കിടയിൽ ആ ഒരു പ്രീതി ഉണ്ടാക്കി കൊടുക്കുന്നതും എല്ലാവർക്കും സമ്മാനമൊക്കെ ആയിട്ട് നൽകിയിട്ട് ഈ വിഷുക്കണിക്ക് ഭഗവാനെ ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം വെക്കുക എന്നുള്ള ഒരു സമ്പ്രദായം തുടങ്ങിയത് ഇദ്ദേഹമാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് കേട്ടോ. അതിനു മുൻപൊക്കെ വൽക്കണ്ണാടിയെ വെച്ചിരുന്നുള്ളൂ. അപ്പോൾ വൽക്കണ്ണാടി ഭഗവതിയുടെ സാന്നിധ്യമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഭഗവതിയുടെ സങ്കല്പമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവതിക്ക് ഫോട്ടോ വെക്കണം എന്ന് നിർബന്ധമില്ല, വൽക്കണ്ണാടി വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് ഭഗവതിയായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓടക്കുഴലിലുള്ള ഉണ്ണിക്കണ്ണനെ വെക്കുന്നതിന് മുൻപായിട്ട് ഈ വൽക്കണ്ണാടി, അഷ്ടമംഗല്യം, അരക്കിയ മുണ്ട്, അതുപോലെ തന്നെ വെറ്റില അടയ്ക്ക, അതിലെ ഒരു നാണയം, സ്വർണം, പിന്നെ ഗ്രന്ഥം, ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ബാക്കിയുള്ള ഫലവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഫലവർഗ്ഗങ്ങളൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഭഗവാന്റെ വിഗ്രഹം അന്ന് ഉണ്ടായിരുന്നില്ല, ഈ വൽക്കണ്ണാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇദ്ദേഹം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമൊക്കെ ആക്കിയതിന് ശേഷമാണ് ഭഗവാന്റെ ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണന്റെ ആ ഒരു രൂപം വിഷുക്കണിയിൽ ഇത്രയേറെ പ്രസിദ്ധിയായത്, അത് വെച്ച് തുടങ്ങിയതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ഓരോ വർഷം കൂടുമ്പോഴും ഇങ്ങനെ ആളുകൾ എക്സ്ട്രാ ഇങ്ങനെ ആഡ് ചെയ്ത് വരും. അങ്ങനെയാണ് ഇന്ന് കാണുന്ന രീതിയിൽ വിഷുക്കണി ഇത്രയും വിപുലമായിട്ട് സമൃദ്ധിയായിട്ട് നിറയെ കാണുന്ന രീതിയിൽ ഒരുക്കി വെക്കാറുള്ളതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണന് പകരമായിട്ട് ചതുർബാഹു രൂപത്തിലുള്ള വിഗ്രഹം അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ വെക്കാന്ന് പറഞ്ഞല്ലോ, അങ്ങനെയൊക്കെ വെക്കാം. നമുക്ക് ഇഷ്ടമുള്ളതാണ്, നമുക്ക് കാണുമ്പോൾ എന്താണോ സന്തോഷം നൽകുന്നത് അതാണ് വെക്കേണ്ടത് കേട്ടോ. അല്ലാതെ പേടിപ്പെടുത്തുന്ന രൂപങ്ങൾ, ഫോട്ടോകൾ അങ്ങനെയൊന്നും അല്ല സാധാരണ വെക്കുക. ഭഗവാനെ നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങിയിട്ടാ, നിറയെ നല്ല തിളക്കമുള്ള പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞിട്ട്, നല്ല ഭംഗിയിലുള്ള സ്വർണ്ണമാലകളൊക്കെ അണിഞ്ഞിട്ട് അത്രയും സുന്ദരനായി അണിഞ്ഞൊരുങ്ങിയിട്ടാ ഭഗവാൻ നിൽക്കുക. ഭഗവാന്റെ സ്വരൂപത്തിൽ അങ്ങനെ പേടിപ്പെടുത്തുന്ന മാർഗങ്ങളൊക്കെ വളരെ കുറവാണ്. പൊതുവെ നല്ല ഭംഗി, നമുക്ക് സന്തോഷം തരുന്ന രൂപം തന്നെയാണ് ഭഗവാനുള്ളത്. മഹാദേവന്റെ കാര്യം നോക്കൂ, അദ്ദേഹത്തിന്റെ വസ്ത്രം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം എത്ര തിളക്കൊന്നുമില്ലല്ലോ അങ്ങനെയല്ലേ തോന്നുക. അദ്ദേഹത്തെ സകലം ഭസ്മൊക്കെ പൂശിയിട്ട് കഴുത്തിൽ മാലയാണ് ഒട്ടിരിക്കുന്നത്, പാമ്പാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പേടിയാവില്ലേ ചെയ്യാ. ഒരു ചെറിയ കുട്ടീനെ ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. അപ്പൊ അവർക്ക് പേടിപ്പെടുത്തുന്ന രൂപം കാണുന്നതാവുമോ ഇഷ്ടം, അത് നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഭഗവാനെ കാണുന്നതാണോ ഇഷ്ടം? അതുകൊണ്ടാണ് ഭഗവാനെ കണി ഒരുക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ നോക്കൂ, നമ്മുടെ ഗുരുവായൂരപ്പനാണ് ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് അല്ലേ. എവിടെ പോയി നോക്കിയാലും ഗുരുവായൂരപ്പന് ആരാധകരുണ്ട്, ഇഷ്ടം പോലെ ആരാധകരുണ്ടായിരിക്കും. അതും ഒരു കാരണമാണ് കേട്ടോ. കൂടുതൽ പേർക്കും ഭഗവാനെ കാണാനായിട്ടാണ് ഇഷ്ടം. ഭഗവാനെ കാണുമ്പോഴാണ് കൂടുതൽ സന്തോഷം ഉണ്ടാകുക. അതുകൊണ്ട് തന്നെയാണ് ഗുരുവായൂരപ്പനെ കണി കാണാനായിട്ട് ഒരുക്കുന്ന സമയത്ത് ഭഗവാന്റെ വിഗ്രഹം വെക്കുന്നത് കേട്ടോ. അതല്ലാതെ താന്ത്രികപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല കേട്ടോ ഇതിനെ ആസ്പദമാക്കിയിട്ട് അങ്ങനെയൊന്നും പറയാറില്ല. നമ്മുടെ ഇഷ്ടം, നമ്മുടെ സന്തോഷം, അത് ഭഗവാനെ കാണുമ്പോഴാണ് കൂടുതൽ ലഭിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ ഫോട്ടോസ് വെച്ചത് കൊണ്ടൊന്നും യാതൊരുവിധ വിരോധവും ഇല്ല കേട്ടോ. ഇപ്പോൾ വർഷത്തിൽ ഒരു ദിവസത്തെ ആദ്യത്തെ ദിവസം നമ്മൾ കണി കാണുള്ളൂ. ഇപ്പോൾ ദിവസത്തിൽ ആദ്യം കണ്ടല്ലേ കണി, ദിവസം മൊത്തം നമ്മൾ കണി കൊണ്ടുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ വർഷത്തിൽ ഒരു ദിവസം നമ്മൾ കണി കാണാനായിട്ട് തിരഞ്ഞെടുക്കണു. അന്ന് കണിയൊക്കെ ഒരുക്കിയിട്ട് ഭഗവാനെ നമ്മൾ കണി കാണുന്നു. ബാക്കിയുള്ള എല്ലാ ദിവസവും നമ്മുടെ കൈകൾ തന്നെ കണി കാണണം എന്നാണ് പറയാം. കരാഗ്രേ വസതി ലക്ഷ്മി, കരബന്ധിയെ സരസ്വതി, കരമൂലേതു ഗോവിന്ദ, പ്രഭാതേ കരദർശനം എന്നല്ലേ പറയാം. അങ്ങനെയാണ് ഈ കണി കാണുക എന്നുള്ള ആ ഒരു രീതി തന്നെ പറയണത്. ആദ്യത്തെ ദിവസം കണി ഒരുക്കി കാണുക, പിന്നത്തെ ദിവസം നമ്മുടെ കൈകൾ തന്നെ കാണുക. നമ്മളിൽ തന്നെയാണ് ഈശ്വരനുള്ളത് എന്നാണ് പറയണത് കേട്ടോ. പിന്നെ ഭഗവാനെ കണി കാണുന്ന സമയത്ത് ഇഷ്ടമുള്ളത് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രൂപങ്ങൾ വെണ്ണ കൈ പിടിച്ച് നിൽക്കുന്ന കണ്ണനായിട്ട്, അല്ലെങ്കിൽ ഉടക്കുള്ളിൽ ഉള്ളുന്ന കണ്ണനായിട്ട്, പിന്നെ ഇതൊന്നും ഇല്ലാതെ നല്ല കേമനായിട്ട് നിൽക്കുന്ന കല്യാണകൃഷ്ണൻ, അങ്ങനെ കണി കാണാം. പിന്നെ മുട്ടുകുത്തിയിരിക്കുന്ന കണ്ണൻ, ഏത് കണ്ടാലും കുഴപ്പമില്ല. അതാണ് പറഞ്ഞത്, ഭഗവാന്റെ ഏത് സ്വരൂപമാണെങ്കിലും ഏത് ഭാവത്തിലാണെങ്കിലും അത് ഏത് ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിലും അതൊക്കെ നമുക്ക് ഐശ്വര്യമാണ് നൽകുക. ഐശ്വര്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കണിയൊരുക്കുന്നേ, നമ്മുടെ ആ ഒരു പുതുവത്സരം കേമാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും നല്ലത്, ഏറ്റവും സന്തോഷം ഉള്ളത് ഒരുക്കാന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നല്ല ഭംഗിയിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ദേവിമാരെ, ഭഗവതിമാരെ വെക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല. മഹാലക്ഷ്മി കയ്യിൽ നിന്ന് ആ കുടത്തിൽ നിന്ന് സ്വർണ്ണനാണയൊക്കെ വീഴുന്നത്, അതൊക്കെ വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അത് പച്ച സാരി ഉടുത്തതാണ്, ചുവപ്പ് സാരി ഉടുത്തതല്ല, പച്ചയാണ് കൂടുതൽ കാണാൻ ഭംഗി എന്നൊക്കെ പറയും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഗുരുവായൂരപ്പനാണെങ്കിൽ ഇതൊന്നും നോക്കണ്ട, എങ്ങനെ കണ്ടാലും നമുക്ക് സന്തോഷമേ നൽകുള്ളൂ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയോ വിഗ്രഹമോ നോക്കിക്കഴിഞ്ഞാൽ. അപ്പം ഇതുകൊണ്ടൊക്കെയാണ് പൊതുവെ ഗുരുവായൂരപ്പനെ കണി കാണാനായിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പം അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള ഭക്തർ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യം ലച്ചു എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അവിലെ, മലര്, ശർക്കര
ഇതൊക്കെ കണി ഒരുക്കുമ്പോൾ വെക്കാനായിട്ട് പാടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാടില്ല എന്നാണ് കേട്ടോ പറയാനായിട്ടുള്ളത്. അവിലും മലരും ശർക്കരയൊന്നും കണിക്ക് വെക്കാറില്ല. സാധാരണ അത് നേദിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കാറ്. അപ്പം അങ്ങനെ ചെയ്താൽ മതി. കണി ഒരുക്കുന്നതിലേക്ക് അത് കൊണ്ടുവരണ്ട കേട്ടോ. പഴമൊക്കെ വെക്കാറുണ്ട്, ചിലവരൊക്കെ വെക്കാറുണ്ട്. നിർബന്ധം പറയാറില്ല. ഞാൻ മുൻപും പറഞ്ഞല്ലോ, വെള്ളരിക്ക, മാങ്ങ, പച്ചമാങ്ങ, പഴുത്ത മാങ്ങ, ചക്ക, ഇതാണ് പ്രധാനമായിട്ട് വെക്കുന്ന ഫലവർഗ്ഗങ്ങൾ. പിന്നെയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് നമ്മൾ കൂടുതലായിട്ട് വെക്കുന്നു മാത്രം. പഴം, നല്ല പഴുത്ത മഞ്ഞ പഴം ഒക്കെ വെക്കാറുണ്ട് കേട്ടോ. അത് വെക്കാം. അവിലും മലരും ശർക്കരയൊന്നും വെക്കാൻ പാടില്ല എന്നാണ് പറയാറുള്ളത്. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് സുമാദേവി എന്ന് പറഞ്ഞിട്ടുള്ള ഭക്തിയാണ് കേട്ടോ. അതായത് ചോറൂണ് കഴിയാത്ത കുട്ടിക്ക് കൈനീട്ടം കൊടുക്കാനായിട്ട് പാടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പാടില്ല എന്നാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. ചോറൂണ് കഴിയാത്ത കുട്ടിക്ക് മാത്രമല്ല, ചോറൂണ് കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ കൂടെ 1 വയസ്സ് തികഞ്ഞിട്ടില്ലെങ്കിൽ കൈനീട്ടം കൊടുക്കരുത് എന്നാണ് പറയുക. 1 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ കൈനീട്ടം കൊടുക്കാനായിട്ട് പാടുള്ളൂ. അങ്ങനെ പറയാറുണ്ട് കേട്ടോ. 1 വയസ്സ് കഴിഞ്ഞിട്ട് പിറന്നാളിൻ്റെ അന്നാണ് ക്ഷേത്രത്തിലൊക്കെ, മഹാദേവ ക്ഷേത്രത്തിലൊക്കെ കൊണ്ടുപോയി തൊഴിയിക്കാന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതിനുശേഷം ആ പിറന്നാൾ കഴിഞ്ഞിട്ടേ കൈനീട്ടം കൊടുക്കാനായിട്ട് പാടുള്ളൂ. കുട്ടിക്ക് ഇഷ്ടംപോലെ സമ്മാനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്ന് കൊടുക്കാം. അതിലൊന്നും വിരോധമില്ല കേട്ടോ. പലതരത്തിലുള്ളത് കുട്ടികൾക്ക്. ഇപ്പോൾ കളിപ്പാട്ടങ്ങൾ, പുത്തനുടുപ്പുകൾ, അതൊക്കെ കൊണ്ടുവന്നിട്ട് കുട്ടിക്ക് കൊടുക്കാം. പക്ഷെ കൈനീട്ടമായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് പാടില്ല. 1 വയസ്സ് കഴിയുന്നത് വരെ എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ചോറുകൊണ്ട് കഴിയാത്ത കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ കൈനീട്ടമൊന്നും കൊടുക്കണ്ട കേട്ടോ. ഇനി അടുത്ത ചോദ്യം അഞ്ജനയാണ് ചോദിച്ചിരിക്കുന്നത്. വീട്ടിൽ ഒരാൾ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ ആ വീട്ടിൽ കണി ഒരുക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കണി ഒരുക്കാനൊന്നും വിരോധമില്ല. ഇപ്പം ചിലർ ചോദിക്കാറുണ്ട്, ഇപ്പോൾ അവനാൻ തന്നെ പീരീഡ്സ് ആയി, അപ്പോൾ കണി ഒരുക്കാൻ പാടുണ്ടോ, എത്ര ദിവസം കഴിഞ്ഞിട്ട് കണി ഒരുക്കണമെന്നും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീടായതുകൊണ്ട് 5 കുളിച്ച് കഴിഞ്ഞാൽ കണി ഒരുക്കുന്നതിൽ വിരോധമില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. അത് ക്ഷേത്രങ്ങളിലേക്കല്ല, വേറെ എവിടെയും കണി ഒരുക്കാൻ പാടില്ല. നമ്മുടെ വീടായതുകൊണ്ടാണ് 5 കുളിച്ച് കഴിഞ്ഞാൽ കണി ഒരുക്കാം. അതുപോലെ കണി ഒരുക്കുന്നവരെയൊക്കെ സഹായിക്കാൻ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ടെന്ന് പറയാറുണ്ട്. വീട്ടിൽ തന്നെ ഒരാളായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കണി ഒരുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, വേറെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. അവിടേക്ക് ആ സമയത്ത് വരാതിരുന്നാൽ മതി. പക്ഷെ കണി കാണിക്കാം. കണി നിർബന്ധമായിട്ട് ആ കുട്ടീനെ കാണിക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം എല്ലാവരും കണിയൊക്കെ കണ്ടതിന് ശേഷം ആ കുട്ടിയെ കൊണ്ടുവന്നാൽ മതി. അതവിടെ ഇങ്ങോട്ട് കണി കണ്ടോട്ടെ. എല്ലാവർക്കും കണി കാണണ്ടേ, എല്ലാവർക്കും പുതുവത്സരം, സമ്പൽ സമൃദ്ധിയൊക്കെ ആയിട്ട് കണ്ടിട്ട് വേണ്ടേ തുടങ്ങാനായിട്ട്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കണി കാണാം കേട്ടോ. ഇപ്പൊ നോക്കൂ, കണിയൊക്കെ ആയിട്ട് പുറത്തിറങ്ങി നടക്കണം പശുവിനെ, അതുപോലെ തന്നെ പക്ഷിമൃഗാദികളൊക്കെ കാണിക്കും നമ്മൾ പറഞ്ഞല്ലോ. അതേപോലെ തന്നെ കണി എല്ലാവർക്കും കാണാം. അതിനൊന്നും യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. അത് തയ്യാറാക്കാൻ, കണി ഒരുക്കാനൊക്കെ ആയിട്ടാണ് ഇങ്ങനെയുള്ള സമയത്ത്, ഒഴിഞ്ഞ സമയത്തൊക്കെ ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ. ഇതിനോടൊപ്പം തന്നെ പണ്ടുള്ള ഒരു കാര്യം കൂടെ പറയാം. ഇത് പണ്ടുള്ളവര് അതൊരു നല്ലൊരു കാര്യമായിട്ട് പറയാറുള്ളതാണ് കേട്ടോ. അതായത് വിവാഹം കഴിഞ്ഞവര്, അപ്പോൾ ഈ വിഷുവിൻ്റെ അടുത്ത് വിവാഹം കഴിഞ്ഞവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. മകരമാസം, മീനമാസത്തിലൊക്കെ വിവാഹം കഴിഞ്ഞവർ, അവർക്കൊക്കെ ആദ്യത്തെ വിഷു ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആദ്യത്തെ വിഷുവാണ് അവർക്ക്, ആദ്യം വിഷു ആയിരിക്കും വരും, ഓണമല്ലല്ലോ. വിഷു വരുമ്പോൾ ആദ്യത്തെ വിഷുവിനെ ഇതുപോലെ ഒഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത്, പീരീഡ്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണെങ്കിൽ പഠിപ്പിലിരിക്കുക എന്നാണ് പറയുക. പഠിപ്പിലിരുന്നിട്ട് കണി കാണുമെന്ന് പറയും. കാരണം അവർക്ക് അങ്ങനെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരാനായിട്ട് പറ്റില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുതിർന്നവർ, പണ്ടുള്ളവരൊക്കെ പറയാറുണ്ട്, ഈ വർഷം പഠിപ്പിലിരുന്നിട്ടാണ് കണി കാണുന്നത് എങ്കിൽ അടുത്ത വർഷം മടിയിലിരുന്നിട്ട് കണി കാണാനാണ് യോഗം എന്ന്, മടിയിലിരുത്തിയിട്ട് കണി കാണിക്കാനായിട്ട് സാധിക്കുമെന്ന്. അതായത് അടുത്ത വർഷം ആവുമ്പോഴേക്കും അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതാണ് പറയുക. അതൊരു നല്ല, ഇത് വിവാഹം കഴിഞ്ഞവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു നല്ല ഗുണം കൂടെ പറയാറുണ്ട് പണ്ടുള്ളവർ കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിനോടൊപ്പം ചേർത്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ കണി കാണുന്നത് കൊണ്ടൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ല. പീരീഡ്സ് ആയ വീട്ടിലും കണി ഒരുക്കാം. അടുത്ത ചോദ്യം ഷൈജ എന്ന് പറഞ്ഞ ഭക്തി റുബിക എന്ന് പറഞ്ഞ ഐഡിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വിഷുവിനെ ചതയും പൂരുട്ടാതെയാണ് 2 നാളുകൾ വരുന്നത്. അപ്പൊ ഈ നക്ഷത്രം ഉള്ളവർ വീട്ടിലുണ്ട്, അങ്ങനെ കണി കാണാൻ പാടുണ്ടോ അവർക്ക്? ആരും പറഞ്ഞു ഉത്തരം അങ്ങനെ കണ്ടു കഴിഞ്ഞ ദോഷമാണ്, ഈ വർഷം കുറച്ച് ദോഷങ്ങൾ കൂടുതലായിരിക്കും. പിന്നെ ഈ പൂരുട്ടാതി എന്ന് പറഞ്ഞ അമ്മയുടെ അവരുടെ പേരക്കുട്ടിക്ക് അന്ന് പക്കപ്പിറന്നാളാണ്. അപ്പം എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ യാതൊരുവിധ ദോഷമില്ല. പക്കപ്പിറന്നാളാണെങ്കിലും അത് ആഘോഷിക്കുക. പിറന്നാൾ എന്തായാലും വരില്ലല്ലോ, ആദ്യത്തെ നാളല്ലേ, അവസാനമാണല്ലോ പിറന്നാൾ എടുക്കുക. അപ്പം അത് ആഘോഷിക്കുക. അങ്ങനെ ഇപ്പോൾ വിഷുവിനെ എന്തായാലും ഒരു നക്ഷത്രം വന്നിരിക്കും. അത് ഏത് നക്ഷത്രമാണെങ്കിലും ആ നക്ഷത്രക്കാർക്ക് കണി കാണുന്നതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാട്ടോ, ഒരു ദോഷവും ഇല്ല. ഇപ്പം ജാതകവശാൽ ഇപ്പം ഈ മാറ്റങ്ങളൊക്കെ വരുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ അതല്ലാതെ വേറൊരു ദോഷം കണി കാണുന്നത് കൊണ്ട് വരില്ല കേട്ടോ. അപ്പോൾ ഏത് നക്ഷത്രക്കാരാണെങ്കിലും അന്നേ ദിവസം വിഷു വന്നാൽ അവർക്ക് കണി കാണാം. ഇതിപ്പോൾ ചതയും പൂരുട്ടാതെയാണ്, അവർക്ക് കണി കാണുന്നത് കൊണ്ട് യാതൊരുവിധ ദോഷവും ഇല്ല കേട്ടോ. കണിയൊക്കെ കണ്ടോളൂ, അങ്ങനെ പേടിച്ചിട്ടൊന്നും ഇരിക്കേണ്ട. ദോഷമൊന്നും ഒരിക്കലും വരില്ല കേട്ടോ, നല്ലതേ വരുള്ളൂ. സമൃദ്ധിക്കും സമ്പത്തിനും ഐശ്വര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് കണി കാണുന്നത്.
അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഒരുവിധം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുകയാണ്. വിഷു ഒക്കെ എല്ലാവരും നന്നായി തന്നെ ആഘോഷിക്കുക. ഒരിക്കൽ കൂടെ എല്ലാവർക്കും വിഷു ആശംസകൾ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ്റെ വക നൽകുകയാണ് കേട്ടോ. ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും കുറേ നല്ല തിരക്കുണ്ട് കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി കാണാനൊക്കെ ആയിട്ട് വന്നെത്തുന്നവരുണ്ട്. നാളെയൊക്കെ നല്ല തിരക്ക് തന്നെയായിരിക്കും. അപ്പോൾ വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ ദേവസ്വം അധികാരികൾ, അവിടുത്തെ ജോലിക്കാരെല്ലാവരും നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുക. എല്ലാവർക്കും വിഷുക്കണി ദർശനമൊക്കെ നന്നായി തന്നെ ഭഗവാനെ കാണാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും വിഷുവിൻ്റെ പുതിയ പുതിയ സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കാനായിട്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.